അമേരിക്കക്കാരുടെ മതവിശ്വാസം സംബന്ധിച്ചുള്ള പ്യൂ റിസർച്ച് സെന്ററിന്റെ പുതിയ സർവേ റിപ്പോർട്ടുകൾ പുറത്തു വന്നു. ഇതനുസരിച്ച് ക്രൈസ്തവ രാജ്യമെന്ന് പൊതുവെ കരുതപ്പെടുന്ന അമേരിക്കയിൽ 62% ആളുകൾ മാത്രമാണ് ക്രിസ്ത്യാനികളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നത്. മതവിശ്വാസികളായി ഒരു 7% ആളുകൾ കൂടെ അമേരിക്കയിലുണ്ട്. മതവിശ്വാസമില്ലാത്ത 29% ജനങ്ങളിൽ 5% ഉറപ്പിച്ചു പറയുന്നു തങ്ങൾ നിരീശ്വരവാദികളാണെന്ന്. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ മതവിശ്വാസം സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരണം പറയുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആകെയുള്ള ജനസംഖ്യയിൽ 63% വരുന്ന ക്രൈസ്തവരിൽ 40% പ്രൊട്ടസ്റ്റന്റ് സഭാംഗങ്ങളാണ്. കത്തോലിക്ക സഭയാണ് രണ്ടാമതുള്ളത്. കത്തോലിക്ക സഭാ വിശ്വാസികളായി 19% ആളുകളാണ് അമേരിക്കൻ ജനസംഖ്യയുടെ ഭാഗമായിട്ടുള്ളത്. ഇതിലൊന്നും പെടാത്ത 3% ക്രൈസ്തവർ കൂടെ ഉണ്ട്. അത് ലാറ്റർ ഡേ സെയിൻസ്, യഹോവ സാക്ഷികൾ, ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ തുടങ്ങിയ സഭകളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഈ സർവേ അനുസരിച്ചുള്ള ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ക്രൈസ്തവരുടെ അംഗസംഖ്യയിൽ ക്രമാനുഗതമായ കുറവാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നത്. 2007 പ്യൂ റിസർച്ച് ആദ്യമായി മതപരമായ ഇങ്ങനെ ഒരു സർവേ നടത്തുന്നത്. അന്ന് അമേരിക്കയിലെ മൊത്തം ജനസംഖ്യയിൽ 79% ആളുകളും ക്രൈസ്തവരാണെന്ന ഉറപ്പോടെ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ചില വർഷങ്ങൾക്ക് ശേഷം 2014 അവരുടെ സർവേ നടക്കുമ്പോൾ അത് 71% കുറഞ്ഞു. അതായത് ഏകദേശം 8% കുറവ് രേഖപ്പെടുത്തപ്പെട്ടു. പിന്നീട് 5 വർഷങ്ങൾക്ക് ശേഷം നടന്ന 2019 നടന്ന പുതിയ സർവേയിൽ നോക്കുമ്പോൾ അത് വീണ്ടും കുറഞ്ഞ് 63% എത്തിയിരുന്നു. ഏറ്റവും വലിയ കുറവ് രേഖപ്പെടുത്തിയത് 2021 2021 നടന്ന സർവേ അനുസരിച്ച് ക്രൈസ്തവരുടെ അംഗസംഖ്യ 60% എത്തിയിരുന്നു. എന്നാൽ 2022 എത്തുമ്പോൾ ക്രൈസ്തവരുടെ അംഗസംഖ്യയിൽ നേരിയ വർധനവ് കാണുവാൻ സാധിക്കുന്നു. 60 നിന്ന് 62% വർദ്ധിച്ചു. ഓർക്കുക, ഇത് കോവിഡിന് ശേഷമുള്ള കണക്കാണ് എന്നും കൂടെ ഓർക്കണം. കോവിഡ് കാലത്തുണ്ടായ ഒരു ആത്മീയ താല്പര്യത്തിന്റെ പരിണിതിയായിരിക്കാം ഒരുപക്ഷെ ക്രൈസ്തവരുടെ അംഗസംഖ്യയിലുണ്ടായ ഈ വർധനവ്. 2023 കണക്കാണ് ഇപ്പോൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഈ കണക്കനുസരിച്ച് അത് അല്പം കൂടെ വർദ്ധിച്ച് 63% ആളുകൾ ക്രൈസ്തവരാണെന്ന് ഉറപ്പോടെ പറയുന്നു. അമേരിക്കയിൽ ക്രൈസ്തവ വിശ്വാസം ഒരു സ്റ്റേബിളായ അവസ്ഥയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഒരു നിരീക്ഷണമായിട്ട് നമുക്ക് പറയുവാൻ സാധിക്കുന്നത്. 60% അല്ലെ 62-63% അത് എത്തി നിൽക്കുന്നു എന്നുള്ളത്, ചില വർഷങ്ങൾ ആ നിലകളിൽ തുടരുന്നു എന്നുള്ളത് ഏകദേശം ഒരു സ്ഥിരത കൈവരിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് സൂചിപ്പിക്കാവുന്ന കാര്യമാണ്. അങ്ങനെ പറയുമ്പോൾ അതിനകത്ത് ഒരു പ്രത്യേക കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റ് മതവിഭാഗങ്ങൾക്കൊന്നും ഇങ്ങനെ കാര്യമായ വളരെ പെട്ടെന്നുള്ള ഒരു വളർച്ച ഉണ്ടാകുകയോ വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി രസകരമായ മറ്റു ചില സർവേ കണ്ടെത്തലുകളെ കുറിച്ച് പറയാം. അമേരിക്കക്കാരിൽ ദിവസം ഒരു നേരമെങ്കിലും പ്രാർത്ഥിക്കുന്ന ആളുകൾ 44%. അതേസമയം ക്രൈസ്തവരായിട്ടുള്ളവരിൽ 58% ആളുകളും ദിവസം ഒരു നേരമെങ്കിലും പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം കണ്ടെത്തും. ആരാധനകളിലോ മതപരമായ ചടങ്ങുകളിലോ സ്ഥിരമായി പങ്കെടുക്കുന്നവർ 33% അമേരിക്കക്കാരാണ്. എന്നാൽ ക്രൈസ്തവരുടെ ആകെയുള്ള ജനസംഖ്യയിൽ 50% ആളുകളും സ്ഥിരമായി ആരാധനകളിലോ മതപരമായ ചടങ്ങുകളിലോ പങ്കെടുക്കുന്നവരാണ്. മറ്റൊരു രസകരമായ കണക്ക്, അമേരിക്കക്കാരിൽ 86% ആളുകളും മനുഷ്യന് ആത്മാവുണ്ടെന്ന് വിശ്വസിക്കുന്നു. 83% ആളുകളും ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. 79% ആളുകൾ ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഒരു ഘടകമുണ്ട്, ഒരു ശക്തിയുണ്ട് എന്ന് ഉറപ്പോടെ വിശ്വസിക്കും. ഇനി മരണാനന്തര ജീവിതത്തിലും സ്വർഗ നരകങ്ങളിലും വിശ്വാസമുള്ള ആളുകളാണ് 70% അമേരിക്കക്കാർ. പ്രാർത്ഥിച്ചാൽ വിടുതലുണ്ടാകും, ദൈവം മറുപടി നൽകുമെന്ന് വിശ്വസിക്കുന്ന അമേരിക്കക്കാരിൽ സ്ത്രീകളാണ് എല്ലായിടത്തെയും പോലെ കൂടുതൽ. പുരുഷന്മാർക്ക് ആ വിശ്വാസം അല്പം കുറവാണ്. ക്രൈസ്തവരുടെ രാഷ്ട്രീയമായ ചിന്തകളെക്കുറിച്ചും ഈ സർവേയിൽ പരാമർശിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും രസകരമായ കണക്ക്, ഡെമോക്രാറ്റിക് പാർട്ടിയെ പിന്തുണയ്ക്കുന്ന ക്രൈസ്തവരിൽ 62% ആളുകൾ 2007 ക്രൈസ്തവ വിശ്വാസികളായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ ഡെമോക്രാറ്റിക് പാർട്ടിയെ പിന്തുണയ്ക്കുന്നവരിൽ വെറും 37% മാത്രമാണ് ക്രൈസ്തവരായിട്ടുള്ളത്.
അതായത് ലിബറലിസത്തോട് ക്രൈസ്തവരുടെ താല്പര്യം കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവസാനമായി ഒരു കണക്കുകൂടെ. അമേരിക്കയിലേക്ക് കുടിയേറുന്നവരിൽ 58% ആളുകളും ക്രൈസ്തവരാണ്. കുടിയേറ്റക്കാരിൽ 4% മുസ്ലിങ്ങളും 4% ഹിന്ദുക്കളുമുണ്ട്. ബുദ്ധമതക്കാർ 3%. ഈ കണക്കുകൾ ഇവിടെ അവസാനിക്കുന്നില്ല. രസകരമായ നിരവധി കാര്യങ്ങൾ പ്യൂ റിസർച്ചിന്റെ ഈ കണക്കുകളിലുണ്ട്. വിശദമായി മറ്റൊരവസരത്തിൽ സംസാരിക്കാം.